സ്വർണ്ണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൈമാറി. സീൽ ചെയ്ത കവറിലാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൈമാറിയത്. കേസ് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, വളരെ പ്രാധാന്യത്തോടെ ആദ്യത്തെ കേസായി തന്നെ ഹൈക്കോടതി അതിനെ എടുക്കുന്നു. റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലായിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇനിയുള്ള അന്വേഷണം ഏതു തരത്തിലായിരിക്കുമെന്ന് കോടതി ഇന്ന് നിർദ്ദേശിക്കുകയാണോ ചെയ്യുക? ഇനിയുള്ള അന്വേഷണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നടപടിയിലേക്ക് കോടതി കടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് നിലവിലുള്ള ഹർജിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് ഈ രണ്ടുപേരെ 7ഉം 8ഉം കക്ഷികളായി നേരത്തെ തന്നെ ഹൈക്കോടതി അവരെ സ്വമേധയാ കക്ഷി ചേർത്തിരുന്നു. ഇത് ഒരു സുവമോട്ടോ പ്രൊസീഡിംഗ്സ് ആണ്. കോടതി തന്നെ നേരിട്ട് നടപടികൾ കൈക്കൊള്ളുകയാണ്. ഇന്നിപ്പോൾ ഹൈക്കോടതി സ്വന്തമായി തന്നെ അക്കാര്യത്തിൽ ഒരു പുതിയ ഹർജി എടുക്കാൻ സ്വമേധയാ പുതിയ മറ്റൊരു ഹർജി സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ ഹർജിയിൽ നിന്ന് നിലവിലുള്ള ഹർജിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും കക്ഷികളാണ്. അവരെ ആ ഹർജിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഒരു പുതിയ ഹർജിയുടെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. കാര്യം ഈ നടപടിക്രമങ്ങളുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ തുടർന്നുള്ള നടപടികൾ അതീവ രഹസ്യമായി, പ്രത്യേകിച്ച് ഇന്നത്തെ കോടതി നടപടികൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അടച്ചിട്ട കോടതി മുറിയിൽ നിന്ന് മറ്റ് സാധാരണ കേസുകൾക്ക് ഉൾപ്പെടെ കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകരെ ഉൾപ്പെടെ മാറ്റി നിർത്തി ആദ്യത്തെ കേസായി തന്നെ പ്രത്യേകമായി തന്നെ ഇത് പരിഗണിക്കുന്നു. അവിടെ ഈ SITയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ അവരുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇതുവരെയുള്ള പുരോഗതി, പ്രത്യേകിച്ച് ഒരു അറസ്റ്റ്, അതോടൊപ്പം തന്നെ മറ്റു ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള സുപ്രധാന ലീഡുകൾ കോടതിയെ ധരിപ്പിക്കുന്നു. മാത്രമല്ല കോടതി ഇത് സംബന്ധിച്ച് പരിശോധിച്ച് പ്രാഥമികമായ തിരുത്തൽ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഈ തരത്തിൽ കൂടി ചില ഗൂഢാലോചനകൾ കൂടി അന്വേഷിക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ സ്വാഭാവികമായി നേരത്തെ തന്നെ കോടതി ഗൂഢാലോചന സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിയതാണ്. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കലും അതിന്റെ പുരോഗതി വിലയിരുത്തലും ഒക്കെയാണ് ചെയ്തത്. മാത്രമല്ല ദേവസ്വത്തിന്റെ വിജിലൻസ് ഉൾപ്പെടെയുള്ള കക്ഷികളും ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത് ഒരു പുതിയ ഹർജിയാണ് ഹൈക്കോടതി ഇനി മുതൽ ഈ കേസിൽ സ്വീകരിക്കുക. ഒരു പുതിയ സ്വമേധയാ എടുത്ത മറ്റൊരു ഹർജി കൂടി ഈ വിഷയത്തിൽ ഉണ്ടാകും. അതിൽ സർക്കാരും പോലീസും ദേവസ്വവും മാത്രമാണ് കക്ഷികളാവുക. ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവർ നിലവിലുള്ള കക്ഷികൾ. അവരെ ആ പുതിയ ഹർജിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. നടപടിക്രമങ്ങൾ അതീവ രഹസ്യ സ്വഭാവത്തിൽ തന്നെ സൂക്ഷിക്കുകയാണ് ഹൈക്കോടതി. ധന്യ. ഒപ്പം തന്നെ അറിയാനുള്ളത്, ഈ നേരത്തെ ശബരിമലയിൽ സന്നിധാനത്ത് നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടൊക്കെ റിട്ടയർഡ് ജസ്റ്റിസ് കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് ജസ്റ്റിസ് KT ശങ്കരൻ കോടതിയിൽ വന്നിട്ടില്ല. കാര്യം അദ്ദേഹത്തിന് ഇങ്ങനെ ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശമില്ല. സാധ്യമായ രൂപത്തിൽ തന്നെ ഒരു വിദഗ്ധനെ കൂട്ടി അവിടുത്തെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പിന് വേണ്ടിയാണ് ഒരു റിപ്പോർട്ട് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് പുരോഗമിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇന്നൊരു പക്ഷേ അദ്ദേഹവും കോടതിയിൽ വന്ന് അദ്ദേഹത്തിന്റെ നിലവിലുള്ള ഈ കണ്ടെത്തലുകളുടെ പുരോഗതി കോടതി അറിയിക്കുമെന്നാണ്. പക്ഷേ ഇന്ന് കോടതിയിൽ ഹാജരായത് SITയും അതോടൊപ്പം തന്നെ ശബരിമല തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥനും മാത്രമാണ്. അവരുമായി കോടതി ഏറെ നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും രണ്ട് കാര്യങ്ങളാണ് ഇന്ന് കോടതിയിൽ നടന്നത്. ഈ അന്വേഷണ പുരോഗതിയുടെ കാര്യങ്ങൾ കോടതിയെ നേരിട്ട് ധരിപ്പിച്ചു. പ്രത്യേകിച്ച് അവർക്കുള്ള ഒരു നിർദ്ദേശം നേരിട്ട് കോടതിക്ക് മാത്രമാണ് ആൻസറബിൾ എന്നാണ്. അതായത് മറ്റാളുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ഉത്തരവാദിത്തം ഇല്ല. നേരിട്ട് കോടതി നിയോഗിക്കുന്ന ഒരു അന്വേഷണ സംഘം അവരുടെ അന്വേഷണ പുരോഗതി 6 ആഴ്ചക്കകം തീർക്കുകയും അതിനനുസരിച്ച് 2 ആഴ്ച കൂടുമ്പോൾ കോടതിയിൽ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതുൾപ്പെടെയാണ്. ഏതെങ്കിലും തരത്തിൽ അന്വേഷണം ഡൈവേർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ കോടതിയുടെ കൺസേണിലുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കപ്പെടുന്നുണ്ടോ എന്നത് വിലയിരുത്താൻ കൂടിയാണ് ഇന്ന് അത് ഉണ്ടായി. ഒപ്പം തന്നെ ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥനും SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും സൂപ്രണ്ട് ഓഫ് പോലീസ് ഉദ്യോഗസ്ഥനും ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു. എന്തായാലും രണ്ടുപേർക്കും കോടതി ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു ഇടക്കാല ഉത്തരവ് കൂടി കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അടച്ചിട്ട കോടതി മുറിയിലെ രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു കാര്യമായതിനാൽ ഉത്തരവ് വന്ന ശേഷം അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ കഴിയും. ഉച്ചയ്ക്ക് ശേഷം എന്തായാലും ഈ ഉത്തരവ് ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ വരും. ധന്യ. ശരി മുസ്തഫ.